യെസ്, ഇപ്പോൾ വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം നിയമമണ്ഡലത്തിലാണ് റോഡ് ഷോ നടത്തിയത്. ആ റോഡ് ഷോ നടത്തിയതിൽ അവിടെ നിയമമണ്ഡലത്തിലെ ആൾക്കാരെ അഭിവാദ്യം ചെയ്തതിനു വേണ്ടി വളരെ കുറച്ച് പേർ മാത്രമേ നിയമമണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഇറക്കി അഭിവാദ്യം ചെയ്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. UDF സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇപ്പോഴും ആ മുന്നണിയെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് ഉണ്ടായാൽ തന്നെ 2016 മുമ്പുള്ള ഗവൺമെൻറ്റിനെ പോലെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, കാലുമാറ്റക്കാരെയും കൂറുമാറ്റക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാനലാണ് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആര് വരുന്നു അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള നാണം കെട്ട രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാരമ്പര്യവും പഴക്കമുള്ള ആൾക്കാരെ നിർത്തുന്നതിന് പകരം കാലമാറ്റവും കൂറുമാറ്റവും നടത്തി വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് BJP അല്ലാത്ത ഗവൺമെൻറ്റുകളോട് എടുക്കുന്ന സമീപനം, അത്തരം കാര്യങ്ങളല്ലേ മാന്യമായി ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാരമ്പര്യം, ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പദപ്രയോഗങ്ങൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ആ പദപ്രയോഗങ്ങൾ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒരാഴ്ചക്കാലം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോ വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു.